പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് നോർബർട്ട്. ഞാൻ അർത്തങ്കൽ സ്വദേശിയാണ്. എൻ്റെ ഇടവക അർത്തങ്കൽ സെയിൻറ്റ് ആൻഡ്രൂസ് ബസിലിക്കയാണ്. ഇത് എൻ്റെ ഭാര്യ ത്രേസ്യ, ഞങ്ങൾ ജിജി എന്നാണ് വിളിക്കുന്നത്. SSLC പാസ്സാണ്. ഞാൻ SSLC വരെ ഒന്നും പോയിട്ടില്ല, വേറെ 7ാം ക്ലാസ്സേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വലിയ കുടുംബം എന്ന രീതിയിൽ വലിയൊരു ദൈവകൃപ നമ്മളിതിനകത്ത് കാണുന്നത്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് വചനം നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനെയും ദൈവം ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അവർക്ക് ആവശ്യമായത് ഇവിടെ സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം ഓരോരുത്തരെയും അയക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഹവ്വായെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം പ്രപഞ്ചത്തെയും ആകാശത്തെയും ഭൂമിയെയും ഫലങ്ങൾ കായ്ക്കുന്ന സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും അതുപോലെ തന്നെ മത്സ്യങ്ങളെയും മൃഗങ്ങളെയും അങ്ങനെ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യന് സുഖമായി ജീവിക്കാൻ തക്ക തരത്തിലുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ മെനഞ്ഞത്. അപ്പോൾ അങ്ങനെ മനുഷ്യനെ രൂപപ്പെടുത്തിയ ദൈവം ഏത് കാലഘട്ടത്തിൽ മനുഷ്യൻ ജനിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ആ മനുഷ്യന് ഈ ഭൂമിയിൽ ആവശ്യമായ എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയതിന് ശേഷമാണ് ദൈവം ഓരോ വ്യക്തിയെ സൃഷ്ടിക്കുന്നതെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. കാരണം ഞാൻ സാധാരണ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു. ഒരു മത്സ്യത്തൊഴിലാളിയായിട്ട്, അതായത് 13 വയസ്സ് മുതൽ ഞാൻ മത്സ്യബന്ധനത്തിന് പോകാൻ തുടങ്ങി. അപ്പോൾ മത്സ്യത്തൊഴിലാളിയായി ഒരു 13 വയസ്സ് മുതൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും മക്കളും ഞങ്ങൾ 5 മക്കളാണ്. അതിൽ മൂത്ത മകനായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ 13 വയസ്സുള്ളപ്പോഴത്തേക്ക് ഞാൻ കടലിൽ പണിക്ക് പോയി തുടങ്ങി എൻ്റെ ജീവിതമാണ്. ഏതാണ്ട് 25 വയസ്സുള്ളപ്പോഴാണ് ഞാൻ വിവാഹത്തിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ 21 വയസ്സുള്ളപ്പോൾ കരിസ്മാറ്റിക് നവീകരണ ധ്യാനം കൂടി. അതിനുശേഷമാണ് ഈ പ്രോലൈഫിനെ കുറിച്ചും വലിയ കുടുംബങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചിന്ത, അതിൻ്റെ പ്രോലൈഫ് പ്രോഗ്രാം, ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്തു. അതിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ചേർത്തലയിൽ പ്രോലൈഫ് കൂട്ടായ്മകൾ രൂപപ്പെടുത്തി. ഒരു പ്രോലൈഫ് മിനിസ്ട്രി, വളരെ സജീവമായ പ്രോലൈഫ് മിനിസ്ട്രി രൂപപ്പെടുത്തി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ വിവാഹത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നൊരു കാര്യമാണ്, വിവാഹം കഴിക്കുന്നെങ്കിൽ മക്കളെ ദൈവം തരികയാണെങ്കിൽ എത്ര തന്നാലും അവരെ സ്വീകരിക്കണം, അവരെ വളർത്തണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കുഞ്ഞുങ്ങളെ ദൈവം തരാൻ തുടങ്ങി. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കുഞ്ഞിനെയും ഓരോ മനുഷ്യനെയും ഭൂമിയിലേക്ക് വിടുമ്പോൾ അവർക്ക് ആവശ്യമായത് ദൈവം റെഡിയാക്കി നിർത്തിയിട്ടാണ് അവനെ സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അത് എൻ്റെ ജീവിതത്തിലും അനർത്ഥമാകുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് കല്യാണത്തിന് ശേഷം മൂത്ത കുട്ടി ജനിച്ചതിന് ശേഷമാണ് എനിക്ക് ഞങ്ങളുടെ പേരിൽ ഒരു 10 സെൻറ്റ് സ്ഥലം, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അപ്പൻ മേടിക്കുന്നത്. അത് മേടിച്ചപ്പോഴത്തേക്ക് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ അതിൻ്റെ സംവിധാനങ്ങൾ ഒരുങ്ങുകയാണ്. പിന്നെ അടുത്ത ആൾ ജനിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് ചെറിയൊരു ഷെഡൊക്കെ കെട്ടി ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറി. മൂന്നാമത്തെ ആൾ ജനിച്ചപ്പോൾ, അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഒരു ഇതുണ്ടല്ല 1, 2, കാരണം എനിക്ക് തോന്നുന്നത് 1, 2 എന്നത് നമുക്ക് സാധാരണ എല്ലാവരും പോകുന്നൊരവസ്ഥയാണ്. പക്ഷെ അവിടെയൊന്നും ദൈവത്തിൻ്റെ കൃപയുടെ ഈ ഇടപെടലോ അനുഗ്രഹവും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇത് ഒരു 3 കഴിഞ്ഞൊരു 4 കടന്നു കഴിയുമ്പോഴത്തേക്കാണ് വലിയ കൃപയുടെ ഒരു ഇടപെടൽ, ദൈവാനുഭവം നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ പറ്റുന്നത്. അതെനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, 3 മക്കളുള്ളപ്പോൾ ഞങ്ങൾ വളരെ ദാരിദ്ര്യത്തിലാണ്. അന്ന് ഞങ്ങൾ താമസിക്കുന്നത് മൊത്തം ഓല കൊണ്ട് മേഞ്ഞൊരു ഷെഡിലാണ്. ഒരു ചെറിയ ഓല മേഞ്ഞൊരു ഷെഡ്. അതിൻ്റെ സൈഡൊക്കെ മറച്ചിരിക്കുന്ന പത്തലും ഓലയും കൊണ്ടാണ്, മൊത്തം ഓലയാണ്. താഴെ ഒരിത്തിരി തറയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ഒരുപക്ഷെ ഇത്തിരി ഭക്ഷണത്തിന് നമുക്ക് മേടിക്കാനുള്ള, അല്ലെങ്കിൽ അരി മേടിക്കാനുള്ള നിവൃത്തിയില്ലാത്തൊരവസ്ഥ. കാരണം ഈ വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ കടലിൽ പണിക്ക് പോയാൽ വളരെ തുച്ഛമായി 25 രൂപ 50 രൂപയ്ക്കാണ് അന്ന് ഒരു ചിലപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ആ സാഹചര്യം, എനിക്ക് 3 മക്കളുള്ള സമയത്താണ് തോന്നുന്നത് ഒരു ദാരിദ്ര്യം. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇത് നമ്മുടെ ഭാഗ്യപ്പെട്ട ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു. കാരണം ഒരു 1/4 കിലോ പൊടി കൊണ്ട് ഞങ്ങൾ ഈ 3 പിള്ളേരും അപ്പനും അമ്മയും മാത്രം ഒരു ദിവസം ഞങ്ങൾ കഴിച്ചു കൂട്ടിയ ദിവസമുണ്ട്. കാരണം അത്രയ്ക്ക് ദാരിദ്ര്യത്തിൻ്റെ ഒരു അവസ്ഥ.
എനിക്ക് തോന്നുന്നത് അനുഗ്രഹം കർത്താവ് തുടങ്ങുന്നത് പിന്നീടാണ്. 4ാമത്തെ കുട്ടി ജനിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു വീട്, അല്ലേ, ഈ ഒരു വീട് ഞങ്ങൾക്ക് ആവുകയാണ്. അഞ്ചാമത്തെ ആൾ വന്നപ്പോഴത്തേക്ക് എനിക്ക് 2 വീലർ, പിന്നെ സൈക്കിൾ ഓട്ടാൻ അറിയാതെ മാത്രമല്ല, അല്ലാണ്ട് 2 വീലർ ഒന്നും ഓടിക്കാൻ അറിയാൻ പറ്റില്ല. പക്ഷേ 5ാമത്തെ ആൾ വന്നപ്പോഴത്തേക്ക് ഞങ്ങളൊരു 2 വീലർ ഞങ്ങൾക്ക് വരികയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് 4ാമത് കുഞ്ഞ് ജനിക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞില്ലേ, ദാരിദ്ര്യം, കഠിനമായ ദാരിദ്ര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് എൻ്റെ സ്പിരിച്വൽ ഫാദറിനെ കണ്ടിട്ട് ഞാനിങ്ങനെ എൻ്റെ വിഷമത്തെക്കുറിച്ച് പറഞ്ഞിങ്ങനെ, ഒരു ബുദ്ധിമുട്ടാണ്, പണിയില്ല, അപ്പോൾ അതിൻ്റെ വലായിക ഭയങ്കരമാണ്, വളരെ ദാരിദ്ര്യമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കൊരു മെസ്സേജ് തന്നു. അദ്ദേഹം പറഞ്ഞതാണ്, അപ്പോൾ അദ്ദേഹം ഒരാൾക്ക് മേടിച്ചു കൊടുത്ത സൈക്കിള് അത് അയാൾ ഉപയോഗിക്കാണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ആ സൈക്കിളിൽ ഒരു ബോക്സ് വെച്ച് കെട്ടി മീൻ കച്ചവടം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ചൊവ്വാഴ്ചയാണ് എന്നോട് പറയുന്നത്. പിറ്റേ വ്യാഴാഴ്ച എനിക്ക് സ്വന്തമായിട്ടൊരു സൈക്കിളില്ല, ഒരാൾ തന്ന സൈക്കിളാണ്. അതുപോലെ തന്നെ അടുത്ത വീട്ടിൽ ചെന്ന് ഒരു ചേട്ടൻ്റെ വന്ന് ഒരു ബോക്സ് കടം വാങ്ങി, മീൻ ബോക്സ് വാങ്ങിച്ചിട്ട് അത് കെട്ടി പിറ്റേ ദിവസം കടപ്പുറത്തേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ള ആകെ മൂലധനം എന്ന് പറയുന്നത് 40 രൂപയാണ്. എൻ്റെ വീട്ടിൽ അരി മേടിക്കാനും എന്ത് കാര്യത്തിനാണ് എനിക്ക് 40 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്. അതുമായിട്ടാണ് ഞാൻ കടപ്പുറത്ത് ചെന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇന്നും ഓർക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ആദ്യം കടപ്പുറത്ത് ചെന്നിട്ട് 150 രൂപക്ക് മീൻ വാങ്ങിച്ചു. അത് കടമാണ് വാങ്ങിച്ചിട്ട് അതുകൊണ്ട് വിറ്റിട്ട് 100 ലാഭം കിട്ടി, ബാക്കി കൊണ്ട് തിരിച്ചു കൊടുത്ത് മീനിൻ്റെ കച്ചവടം തുടങ്ങിയ ആളാണ് ഞാൻ, ഈ 4ാമത്തെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം. അപ്പോൾ അത്തരം ആ സമയങ്ങൾ ഭയങ്കര ദാരിദ്ര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനുശേഷം ദൈവം പടിപടിയായി സാമ്പത്തിക മേഖലയിൽ, നമ്മുടെ ഭൗതിക മേഖലയിൽ ദൈവം വലിയ മാറ്റങ്ങൾ വരുത്തുക. എനിക്ക് തോന്നുന്നത് ഈ ഞങ്ങൾ കൂടുതൽ അംഗങ്ങൾക്ക് വെച്ച് വിളമ്പുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തതെന്ന്. പിന്നെ ഞാൻ നവീകരണ രംഗത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് വലിയ പ്രോഗ്രാമുകൾ ഫുഡിൻ്റെ കോർഡിനേഷനൊക്കെ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്കത് അങ്ങനെയാണെങ്കിൽ അത് ഒരു കാറ്ററിംഗ് പോലെ ചെയ്താൽ എന്താ എന്ന് തോന്നി ഞാൻ അത് കാറ്ററിങ്ങിലേക്ക് വരുന്നു. അപ്പോൾ ഈ 5 മുതൽ ഇങ്ങോട്ട് 4 മുതൽ ഇങ്ങോട്ട് തന്നെ പല അനുഗ്രഹത്തിൻ്റെ ഒരു മഴയാണ് സംഭവിക്കുന്നതെന്ന് പറയാം. കാരണം 4ാമത്തവൻ ജനിക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾ ഈ വീട് വെച്ച് ഇങ്ങോട്ട് കയറുന്നത്. 5ാമത്തെ ആൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, 2 വീലറൊക്കെ മറ്റ് സൈക്കിളിൽ നടന്ന് ചവിട്ടിക്കൊണ്ട് നടന്ന് വർഷങ്ങളോളം മീൻ കൂവി വിറ്റുകൊണ്ടിരുന്ന ഒരാളെയാണ്. ആ പാട്ടിൽ 5ാമത്തെ ആൾ വന്നപ്പോൾ ഒരു 2 വീലർ വന്നു. ആ 2 വീലർ പിന്നെ മീനെ കൊണ്ട് അകലങ്ങളിലൊക്കെ കൊണ്ട് കൊടുക്കാനും അതുപോലെ കുറേ അകലം പോയി എടുക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായിരുന്നു. തുടർന്ന് എനിക്ക് വേണ്ടത് പിന്നീട് ആ 3 മക്കളുണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു ദാരിദ്ര്യം, ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യം പിന്നീട് ഒരിക്കലും എനിക്ക് അറിയേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല, ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ഒന്നിനും ഒരു കുറവില്ലാതെ ദൈവം ഞങ്ങളെ പരിപാലിക്കുകയാണ്. തീർത്തും ദാരിദ്ര്യമായ അവസ്ഥയിൽ നിന്നും മക്കളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഭൗതിക മേഖലയിലും കർത്താവ് വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊന്ന് ഓരോ സമയങ്ങളിലും കൃത്യമായി പറഞ്ഞാൽ ആവശ്യമായത് എന്താണോ അതും അതിൽ കൂടുതലും നമുക്ക് തരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒക്കെ ആയിരിക്കണം ആലപ്പി രൂപതയിൽ വലിയ കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടേണ്ടതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് 2 ദിവസത്തെ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റി. മാത്രമല്ല അതിൽ പല കുടുംബങ്ങളെയും പലപ്പോഴായി എനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പരസ്പരം സഹായിക്കാനുള്ള ആ ഒരു ചിന്താഗതിയും എന്നെപ്പോലെ തന്നെ വിഷമിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇന്ന് മിക്കവാറും ദിവസങ്ങളിൽ കാറ്ററിംഗ് ഉണ്ടാവും. അതുപോലെ മീനിൻ്റെ കച്ചവടം ഞാൻ പറഞ്ഞതുപോലെ അന്ന് ആ ചെറിയ സൈക്കിളിൽ പോയി നടന്നാൽ വിട്ടിരുന്നെങ്കിൽ ഇന്ന് ദൈവാനുഗ്രഹത്തിൽ കടലിലുള്ള ഏത് മത്സ്യവും എടുത്തു വയ്ക്കുന്ന തരത്തിൽ ദൈവം എന്നെ ആ മേഖലയിൽ ഉയർത്തി. ഇന്നിപ്പോൾ എൻ്റെ കൂടെ 3 ജോലിക്കാരുണ്ട്. ഒരു ഫിഷിൻ്റെ സ്റ്റാളുണ്ട്. ഓൺലൈനും ഒക്കെ ആയിട്ടൊക്കെ മീനിൻ്റെ ബിസിനസ് നടക്കുന്നു. പിന്നെ എൻ്റെ മക്കൾക്ക് ഭക്ഷണം, അപ്പോൾ അവർക്ക് എനിക്ക് വേണ്ടത് ഞാനൊരു പക്ഷേ വഞ്ചിയിലാണ് പോയിരുന്നെങ്കിൽ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ മീൻ, ഏത് മീനാണെങ്കിലും ഇന്ന് ഒരുപക്ഷെ സാധാരണ ഇപ്പം നെയ്മീനോ ടൈഗറോ പ്രോൺസോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഭയങ്കര കാശ് കൊടുത്ത് മേടിക്കണം. ഇവർ മിക്കവാറും കഴിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ
അവർക്ക് ചെമ്മിനും ചെറിയ മീനൊക്കെ വരും മതി. എന്നാൽ പോലും അവർക്ക് ആവശ്യമുള്ള സാധനം അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലായി കഴിക്കുവാനുള്ള ഒരവസരം. ഭക്ഷണത്തിന് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ വസ്ത്രത്തിന് പ്രശ്നമില്ല. അവരുടെ വിദ്യാഭ്യാസം, ഞാനിപ്പോൾ ഒന്നും സമ്പാദിച്ചിട്ടൊന്നുമില്ല. എനിക്ക് സാമ്പത്തികമായി ഈ പറഞ്ഞ വലിയ സമ്പാദ്യങ്ങളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. കാരണം ഇവരുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളും നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് സന്തോഷമുണ്ട്. കാരണം അവരുടെ എഡ്യൂക്കേഷൻ നടക്കുന്നത്, എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മൂത്താൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ B.Ed, സ്പെഷ്യൽ B.Ed കഴിഞ്ഞിട്ട്, ട്രാവൽ ആൻഡ് ടൂറിസം കഴിഞ്ഞു, സ്പെഷ്യൽ B.Ed കഴിഞ്ഞിട്ട് നിൽക്കുക. ഇപ്പം സെമിനാരിക്കാർ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ അടുത്ത ഒരാൾ B.Com കഴിഞ്ഞിട്ട് അയാളൊരു സാഫ് എന്ന് പറയുന്നൊരു കോഴ്സൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നു. അപ്പോൾ തുടർന്നും ഇപ്പം ഇവ അനുസരിച്ച് ഓരോരുത്തരും പഠിച്ചു വരുന്നതനുസരിച്ച് ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് അതിനനുസരിച്ച് ദൈവം വലിയ കൃപ, ഇതിനോട് അനുബന്ധിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞ കാറ്ററിംഗ് സർവീസ് നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വലിയ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ആലപ്പുഴ രൂപത അർത്തുങ്കൽ പള്ളിയുടെ മുറ്റത്ത് ഞങ്ങളൊരു 8 കുടുംബങ്ങൾക്ക്, വലിയ 4 മതിൽക്കുള്ളിൽ മക്കളുള്ള അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ആലപ്പുഴ രൂപത വലിയ കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾക്ക് അനുവദിച്ച് തരികയുണ്ടായി. അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ തന്നെയാണ് എൻ്റെ ലീഡർഷിപ്പിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുന്നത് ഈ പറയുന്ന എൻ്റെ കുടുംബത്തെയോ എൻ്റെ ഈ 9 മക്കളെ മാത്രമല്ല, എന്നെപ്പോലെ ഉള്ള വലിയ ഒരു 8 കുടുംബങ്ങളുടെ കൂടെ അവരുടെ സാമ്പത്തിക മേഖലയ്ക്കുമില്ല അവരുടെ ഭൗതിക മേഖലയ്ക്കും കൂടെ ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളിൽ രൂപത അതിനകത്ത് മുൻകൈ എടുക്കുമ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് സഹകരിക്കുവാനും അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. ഇതാണ് ഇതുവരെയുള്ള എൻ്റെ ഒരു സാമ്പത്തിക ഭദ്രതയിലെ സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുകൾ. ഇപ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ ചില കടങ്ങളോ സാമ്പത്തിക ബാധ്യതകളൊക്കെ ചിലപ്പോഴൊക്കെ വരും. അത് ചിലപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അത് കവർ ചെയ്ത് പോകുന്നതൊക്കെ കാണാം. അങ്ങനെ വലിയ ഒരു കൃപയുടെ ഒരു ഇടപെടലും അനുഗ്രഹവും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്ന ആൾക്കാരെ അവർക്കും പിന്നെ ഈ പറഞ്ഞ പോലെ എന്ത് കൊടുക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയോ ആകുലതയോ ഒന്നുമില്ല. ആര് എപ്പോൾ വന്നാലും എന്തെങ്കിലുമൊക്കെ ഭക്ഷണമായിട്ട്, ഒന്നില്ലെങ്കിൽ മീൻ ഇവിടെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം അത് വലിയ ഒരു ദൈവ കൃപയാണ്. പിന്നെ പ്രാർത്ഥന ഗ്രൂപ്പിൽ പോകുന്നുണ്ട്, പ്രേ ഗ്രൂപ്പുണ്ട്. ദമ്പതികളുടെ പ്രോഗ്രാം എല്ലാ മാസവും ദമ്പതികളുടെ ഒരു കൂട്ടായ്മ നടക്കുന്നു. അതിൻ്റെയൊക്കെ ഫുഡ് ഭക്ഷണമൊക്കെ ഇവിടെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതുപോലെ അർത്തുങ്കൽ ഇടവകയിൽ വെച്ച് ഒരു ക്രിസ്ത്യൻ കുട്ടികളുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അവർക്കുള്ള ഫുഡ് ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്ത് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കൃപയുടെ ഒരു സംവിധാനമായി വലിയ കുടുംബങ്ങൾ മാറുന്നത്. ഞാൻ പറയും ഇതിനകത്ത് പരമപ്രധാനമായിട്ടുള്ളത് വലിയ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറുന്നത് പ്രാർത്ഥനയുടെ നിറവിലാണ്. ഞങ്ങളുടെ കുടുംബം, ഞാൻ ഈ പറഞ്ഞ പോലെ 21 വയസ്സ് ഞാൻ കുടുംബജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ക്രിസ്ത്യാനി ധ്യാനമൊക്കെ കൂടി ഒരു നവീകരണ ശുശ്രൂഷ രംഗത്തേക്ക് വന്നു. അതിനുശേഷമാണ് ആ വിവാഹം കഴിക്കുന്നത്, എനിക്ക് ദൈവം മക്കളെ തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരും ഈ പറയുന്ന പോലെ ഒരു ദൈവോന്മുഖരായി വളരാൻ ഇതുവരെ മുതിർന്നു വരുന്നവർ ആരെയും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ മുതിർന്നു വരുന്നവരെല്ലാവരും തന്നെ ആ ഒരു സ്പിരിച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർ ജീവിച്ചു പോകുന്നത്. കാരണം മൂത്താള് ഇപ്പോൾ അവൾ GCUസിലൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ GCUമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളും സെമിനാരിയിലേക്ക് പോയി. മൂന്നാമത്തെ ആൾ അവരും ഈ പറഞ്ഞ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമാണ്, കുടുംബ പ്രാർത്ഥനയിലാണ്. അവരും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ അവർ നോക്കി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സെമിനാരിയിൽ പോയിരിക്കുന്ന 4ാമത്തെ ആൾ സെമിനാരിയിൽ പോയിട്ടുണ്ട്. അപ്പം ഇവരാരെയും നമ്മൾ നിർബന്ധിച്ച് ഇത് ചെയ്യുന്നതല്ല. പക്ഷെ അവരുടെ ഉള്ളിൽ പ്രചോദനം, ദൈവം തന്നെ അവരുടെ ഉള്ളിലേക്ക് പ്രചോദനം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയാനൊരു സംഭവം കൂടെ ഉണ്ട്. ഇപ്പോൾ 4ാമത്തെ ജോപോളിൻ്റെ സെമിനാരി പ്രവേശനം, അത് വളരെ ഒരു മിറക്കിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അവന് ഞങ്ങൾ ഡിപ്ലോമ കോഴ്സിന് കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കി ഞങ്ങൾ അവനെ പറഞ്ഞു വിടാൻ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇത് പോളിടെക്നിക്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 4-5 ദിവസവും പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വളരെ ആക്റ്റീവായിരുന്ന ഒരാളായിരുന്നു. അവൻ പോകാൻ മടിക്കുന്നു. അവനെന്തോ വലിയ അസ്വസ്ഥത പോലെ തോന്നി.
അപ്പോൾ അവനിവിടെ ഇത് ഇങ്ങനെ അവതരിപ്പിച്ചു, എനിക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് അസ്വസ്ഥതയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ മുറിയിലേക്ക് കയറി. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഞാൻ കണ്ടൊരു സംഭവം ഇതാണ്. കർത്താവ് കടന്നു പോകുന്ന വഴിയിൽ കഴുത വന്നപ്പോഴത്തേക്ക് കർത്താവിനെ കണ്ട കഴുത കൊമ്പിട്ട് കിടക്കുന്ന ഒരു രംഗമാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ കർത്താവിനോട് പറയുന്നത് പോലെ തോന്നി. അവനോട് ചെല്ലുമ്പോൾ അവൻ്റെ മുമ്പിൽ കർത്താവ് കോളേജിൻ്റെ വാതിക്കൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് അവൻ അതിനകത്ത് കയറാൻ പറ്റാത്തത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, അവനെ എന്താണോ അവൻ്റെ വിളി എന്ന് പരിശോധിക്കാനുള്ള സമയമാണിത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഒരു ധ്യാനത്തിലേക്ക് അവനോടാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇവർ ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നിക്കുകയാണ്. അപ്പോൾ അവൻ കരച്ചിലിൻ്റെ വക്കിലേക്ക് എത്തി. ഒരു സെക്കൻഡ് ഞാൻ എൻ്റെ മുറി കയറി പ്രാർത്ഥിച്ചിട്ട് ഞാൻ എടുത്തൊരു തീരുമാനമാണ്. ഞാൻ പുറത്തേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു, നീ കോളേജിൽ പോകണ്ട, ഒരു കാര്യം ചെയ്യ്, നീ ഏറ്റവും അടുത്ത് തന്നെ എവിടെയെങ്കിലും ഒരു ധ്യാനത്തിന് പോകാൻ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞു. ഞാൻ തന്നെ ധ്യാനം അറേഞ്ച് ചെയ്ത് ബുക്ക് ചെയ്തു. ആളൂർ BLM പോകാനായിട്ട് തീരുമാനിച്ചു. അന്നൊരു ബുധനാഴ്ചയാണ്, പിറ്റേ വ്യാഴാഴ്ച തുടങ്ങുന്നു. ഞങ്ങൾ രണ്ടും കൂടി, ഞാനും അവനും കൂടിയാണ് പോയി ധ്യാനം കൂടിയിട്ട് വരുന്നത്. തിരിച്ചിവിടെ വന്ന് ഞാൻ അവൻ്റെ കോളേജിൽ PTA മീറ്റിങ്ങിന് പോകാനുള്ളത്. തിരിച്ച് ഞാൻ വരുമ്പോൾ അവൻ തന്നെ വന്നിട്ട് പറയുകയാണ്, എനിക്ക് സെമിനാരിയിൽ പോകണം. ഇന്നിപ്പോൾ അവൻ 3ാമത്തെ വർഷം സെമിനാരിയിൽ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു ഇടപെടൽ ജീവിതത്തിലെ എല്ലാ ടേണിങ് പോയിന്റുകളിലും. എനിക്ക് പിന്നെ എൻ്റെ ഒരു പ്രത്യേകത ഞാനത് കാണുന്നത്, എനിക്കൊരു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്നാൽ, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു പശ്ചാത്തലം ഉണ്ടായെന്നാൽ, നമ്മളതിനകത്ത് പരിഭ്രമിച്ച് ബഹളം വെച്ച് ഓടാതെ എന്താണോ കർത്താവ് ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പോയിരിക്കുക, പ്രാർത്ഥിക്കുക. എന്നിട്ട് നമുക്ക് ഉചിതമായൊരു തീരുമാനം, കർത്താവിൻ്റെ സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രകൃതം എനിക്ക് ദൈവകൃപയാൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 വീലർ എടുക്കാൻ വേണ്ടി തന്നെ, ഇപ്പോൾ എനിക്കൊരു 4 വീലറുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി തന്നെ ഞാൻ 4-5 വർഷം പ്രാർത്ഥിച്ച ശേഷമാണ് ഒരു വണ്ടി ഞാൻ എടുക്കുന്നത്. അവനെ ഈ വീടൊന്നുകൂടെ പുതുക്കി പണിത് എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം കൊണ്ടും കൂടെ ഒരു 10 ലക്ഷം രൂപയോളം മുടക്കിയിട്ടാണ് ഒരു സുഹൃത്തുക്കൾ ഇത് പുതുക്കി പണിത് എനിക്ക് തന്നത്. പക്ഷെ ഞാനൊരു ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ഒരു ഇതുകൂടെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് അതറിഞ്ഞ എൻ്റെ സുഹൃത്ത് ഷാജു മൈലോത്ത് പെട്ടെന്ന് എന്നെ വന്ന് കണ്ട്, ഇത് കർത്താവ് ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് നോർബർട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ വന്നിട്ട് രണ്ടാമത് പുതുക്കി പണിതാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ വീട്. 10 ലക്ഷം രൂപയോളം മുടക്കിയിട്ട് ഷാജുവിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ചെയ്തൊരു വീടാണ്. അപ്പോൾ ഇത്രയും ദൈവത്തിൻ്റെ കൃപയുടെ ഒരു വലിയ ഇടപെടൽ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.